ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് റീഡിംഗ് ആണ്. അപ്പോൾ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഈ സമയത്ത് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ദിവസം 666 എനർജി, 66 പോർട്ടലുണ്ട്. അപ്പോൾ അങ്ങനെയും എനർജി ഉണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. എന്ത് അനുഗ്രഹമാണ് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓപ്പർച്യൂണിറ്റി കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി എന്നാണ്, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ്. ഇവിടെ ഈ 2 പിക്ചറുകൾ നിങ്ങൾക്ക് നോക്കാം. ഫസ്റ്റ് പൈൽ ഇതാണ്, കണ്ടില്ലേ? ഇത് ഫസ്റ്റ് പൈലാണ്. പിക്ചർ കണ്ടോ? പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് സെക്കൻഡ്, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നുള്ളത് സെക്കൻഡ് പൈലാണ്. ഇതിൻ്റെ പിക്ചർ കണ്ടോ? 2 വ്യത്യസ്തമായ 2 പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത് കാണുമല്ലോ, അല്ല എങ്കിൽ 1, 2 എന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അപ്പോൾ ഇന്ന് ഈ റീഡിംഗ് ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക്. Queen of Wands, Five of Pentacles, Eight of Pentacles, Seven of Pentacles, Page of Wands, Five of Wands, Seven of Wands, the Moon, Three of Cups, Seven of Swords, Ten of Swords, Four of Wands. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ സ്റ്റാർ ആണ്, കണ്ടില്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ടും സമൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കുന്നു. സമൃദ്ധി എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ നല്ല എനർജിയാണ്. നിങ്ങളുടെ ധനപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ ഉയർച്ച വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലും വളരെ ഉയർച്ച വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ കണ്ടില്ലേ, ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ്, ഇവിടെ റെയിൻബോ കാണിച്ചിരിക്കുന്നു, കണ്ടില്ലേ, വലിയ ഒരു സ്റ്റാർ. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റാറിൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെ വളരെ ഉയരത്തിലേക്ക് പോകാനുള്ള എനർജിയാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് നല്ല ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
അപ്പോൾ ഇവിടെ ക്യൂൻ ഓഫ് വാൻസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സമൂഹത്തിലൊക്കെ വളരെ നല്ല ഒരു പദവിയിൽ, അതായത് കിരീടം വെച്ച് വാഴുന്ന ഒരു റാണിയെ പോലെ തിളങ്ങാനുള്ള ഒരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ കണ്ടില്ലേ, മറ്റുള്ളവർ നിങ്ങളെ അനുസരിക്കുന്നത്, ബഹുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ സാധിക്കുന്നത് വളരെ നല്ലൊരവസ്ഥയല്ലേ. മറ്റുള്ളവർ നിങ്ങളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ എന്താണ്, നിങ്ങളുടെ കഴിവ് അതുപോലെ ഉയരത്തിൽ ഉള്ളതായിരിക്കണം. വളരെ ഉയരത്തിലേക്ക്, സ്റ്റാറിൻ്റെ എനർജി ഉണ്ടല്ലോ, വളരെ ഉയരത്തിലേക്ക് പോകുന്ന പല ആൾക്കാരും ഇവിടെ ഉണ്ട്. അത്തരത്തിലുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് വാൻസ് എന്ന് പറയുന്നത് എന്താണ്, സമൂഹത്തിലെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ അങ്ങ് വളരെ ഉയരത്തിൽ നിൽക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. വളരെ വലിയൊരു പോസ്റ്റിൽ നിങ്ങൾ സർവീസ് ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കണം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെ അനുസരിക്കുന്നു എന്ന് വേണം ഇവിടെ പറയാൻ. അത്ര നല്ല ഒരു എനർജിയിലേക്ക് പോകുന്ന ആൾക്കാരുടെ കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തായിട്ട് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ചിലർക്കുണ്ട്. കാരണം 8 ഓഫ് പെൻറ്റക്കിൾസും വന്നിരിക്കുന്നു. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളിൽ പലർക്കും ഉണ്ട്. ആ ഒരു ബുദ്ധിമുട്ടിൽ ചിലപ്പോഴൊക്കെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നമുണ്ടാകും. സാമ്പത്തികപരമായി വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കി നടത്താൻ പറ്റിയില്ല എങ്കിൽ രണ്ടുപേരും കൂടി പരസ്പരം വഴക്കിടുന്ന എനർജി ഉണ്ടാകും. അതൊന്നും സ്വാഭാവികമല്ലല്ലോ. അതൊക്കെ സ്വാഭാവികമാണ്, മനസ്സിലായി. അതിലൊന്നും അത്ര വലിയ കുറ്റം പറയാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ നിങ്ങളിൽ ചിലർ ഒരാളൊന്ന് വഴക്കിട്ടൊന്ന് പിണങ്ങി പോയെന്നിരിക്കാം. പക്ഷെ അത് എങ്ങോട്ടാണ് പോകുന്നത്? കുറച്ച് ദിവസത്തെ ഒരു പിണക്കം നിങ്ങൾ തമ്മിൽ ഉണ്ടാവും. വീണ്ടും നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ചേരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രമാത്രം ഒരാളിനെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുപോലെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി ഇവിടെ ഉണ്ട്. കാരണം നിങ്ങൾ ഈ ഒരു അവസ്ഥയെ മറികടക്കും. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അവസ്ഥയെ മറികടക്കും. കാരണം ഇവിടെ 3ന്റെ എനർജി വന്നിട്ടുണ്ട്, ഇവിടെ 7 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിടയിലാണ് നിങ്ങളെന്ന് കാണുന്നത്. ഈ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് എനർജി ലഭിക്കും, ലഭിക്കാതിരിക്കില്ല. കാരണം ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അത് വളരെയധികം ബുദ്ധിപൂർവ്വം ഉത്സാഹപൂർവ്വം നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ പറ്റുന്നു. കാരണം എന്താണ്, നിങ്ങൾ അത് നേടാൻ വേണ്ടി, ആ ഒരു ജോലി നേടാൻ വേണ്ടി നിങ്ങളതിന് എഫർട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളിലേക്ക് പുതിയ ജോബ് വരുന്നതായിട്ടും അതിനായിട്ട് ഉത്സാഹപൂർവ്വം മണി ഏൺ ചെയ്യുന്നതായിട്ടും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ 7 ഓഫ് വാൻസിൻ്റെ എനർജി. അപ്പോൾ ഇവിടെ ഈ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്കതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട് ചുറ്റിനും. അപ്പോൾ ഇതിനെയൊക്കെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൂടിയേ തീരൂ. ഇവിടെ 3ന്റെ എനർജിയാണ് വീണ്ടും വന്നിരിക്കുന്നത്. കാരണം ഈ 3ന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളിൽ കുറച്ച് വിചാരങ്ങളാണ്. എന്താകും നാളെ, ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്നെപ്പറ്റി മറ്റുള്ളവർ എന്താണ് കരുതുന്നത്, സൊസൈറ്റിയിൽ വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ, സമൂഹത്തിലൊക്കെ സഹകരിക്കുമ്പോൾ മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് കരുതും എന്നുള്ള ആ ഒരു അവിശ്വാസം ആണ്, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. മനസ്സിലായില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ വരുമ്പോൾ തന്നെയും എന്താണ്, മുന്നോട്ട് നീങ്ങാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ. വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാൻ, ഞാൻ എന്ത് ചെയ്ത്, മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും എനിക്കെന്താണ്, എനിക്കൊന്നുമില്ല, ഞാൻ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ഭയക്കുന്നത്. എപ്പോഴും സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ പേടി ഉണ്ടാകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണിത്, ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ സ്വയം നിങ്ങൾ ഹീൽ ചെയ്ത് അതിനെ സുഖപ്പെടുത്തേണ്ട ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 3 ഓഫ് കപ്സ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിലപ്പോൾ ഇവിടെ നല്ലൊരു ഗുഡ് ന്യൂസ് വരാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പേരും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുമല്ലേ, എന്തായാലും ക്രിസ്മസ് അല്ലേ, തീർച്ചയായിട്ടും എല്ലാവരും നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നമ്മളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ളവരൊക്കെ നമ്മളിലേക്ക് അടുത്ത് വരും. അവരൊക്കെ നമുക്ക് കേക്ക് വാങ്ങിച്ചുകൊണ്ട് തരുന്നു, സംഭാവന ഗിഫ്റ്റുകൾ തരുന്നു. അങ്ങനെ നമ്മൾ പരസ്പര സന്തോഷത്തിൽ കഴിയുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷം ഇവിടെ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ട്ണർ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കപ്പിൾസിൽ അതിനിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരൊക്കെ ചേരാതിരിക്കില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പരസ്പരം സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ ഒരുപാട് കാലം ആർക്കും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല.
അതിന് അഥവാ വേണ്ട എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വേണ്ട എന്ന് വയ്ക്കാം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇവിടെയാണ് അതാണ് മൂണിൻ്റെ എനർജി വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പേടി ഒക്കെ ഉള്ളത് നിങ്ങൾക്കത് വേണ്ടെന്ന് വയ്ക്കാം, വേണ്ടാത്തത് വേണ്ട എന്ന് വയ്ക്കാം. അല്ല എങ്കിൽ കുറച്ചൊന്ന് ക്ഷമയോടുകൂടി പരസ്പരം ഒന്ന് സഹകരിച്ച് പോകാനുള്ള മനസ്ഥിതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒത്തൊരുമയോടുകൂടി പോകാനും സാധിക്കും, സന്തോഷം അനുഭവിക്കാനും സാധിക്കും. 7 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, ഇവിടെ 7 ഓഫ് സോഡും വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇവിടെ ഈ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും ഗ്രഹിക്കാനുള്ളത് നോക്കിയിരിക്കുന്ന എനർജി. ഇവിടെയാണെങ്കിലോ അവിടെ ഒരു ചൂഷണം നടത്തലാണ്. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോടൊപ്പം കൂടിയിട്ട് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് നിങ്ങളിൽ നിന്നും സാമ്പത്തികം തട്ടിയെടുക്കുന്ന എനർജി, നിങ്ങളെ ഒന്ന് ചീറ്റ് ചെയ്യുന്ന എനർജി എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട്. അത് ഇന്നത്തെ ദിവസം എന്നല്ലാതെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒന്നാണ്. കാരണം നല്ല വാക്കുകൾ പറഞ്ഞ് നിങ്ങളോട് സൗഹൃദം കൂടി അടുത്ത് വരും. പക്ഷെ നിങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ തട്ടിയെടുത്തുകൊണ്ടായിരിക്കണം അവർ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് ബന്ധം അവിടെ ഒന്ന് വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റം നിങ്ങൾക്ക് മറ്റേ ആളിൽ നിന്നും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിക്കുക. സാമ്പത്തികം ആവശ്യമില്ലാതെ കടം കൊടുക്കാനും പോവരുത്. ഇത് കേൾക്കുമ്പോൾ പറയുക, ഒന്നാമതില്ല പിന്നെ എങ്ങനെയാണ് കടം കൊടുക്കുന്നതെന്നല്ല. കടം കൊടുത്താൽ തന്നെ നമുക്ക് കിട്ടാത്ത ഒരവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം തന്നെ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. എൻ്റെ കയ്യിലിരിക്കുന്ന കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ചു തരുമോ എന്നുള്ളതാണ് ആദ്യം ആലോചിക്കേണ്ടത്. അങ്ങനെ ആലോചിച്ചിട്ട് വേണം തിരിച്ചു കൊടുക്കാൻ. മനസ്സിലായില്ല? ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് അതിലും വലിയ വിഷമത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഇവിടെ പേജ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. ഭയങ്കര ആവേശത്തോടു കൂടി എന്തോ നോക്കിപ്പോവുകയാണ്, അല്ലെങ്കിൽ എന്തോ തേടിപ്പോകുന്ന എനർജി. നിങ്ങളെ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് നിങ്ങളെ വലിച്ചിഴച്ച് കൊണ്ടുവന്നിട്ടൊരു ഭയങ്കരമായിട്ടൊരു ആവേശത്തോടു കൂടി വീണ്ടും നിങ്ങളെ പിന്തുടരുന്ന ഒരു എനർജിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആവേശമാണ്. എങ്ങനെയെങ്കിലും ഞാൻ ഉദ്ദേശിച്ച കാര്യം സാധ്യമാകണം, സാധിച്ചെടുക്കണം എനിക്ക് എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള എനർജിയുണ്ട്. 5 ഓഫ് വാൺസിൻ്റെ എനർജിയുമുണ്ട്. കാരണം അവിടെ പിന്നീട് ആർഗ്യുമെൻറ്റ്സ് ആണ്, പിന്നീട് വഴക്കും ബഹളവും, ഞാനാണ് കെവൻ, ഞാനാണ് ഇതിൽ ജയിച്ചു നിൽക്കുന്നത് എന്നൊക്കെയുള്ള ഒരു വിചാരം ഒക്കെ വന്നിട്ട് വീണ്ടും അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടും പിന്നീട് കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ 10 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ പരാജയം വരുന്നുണ്ടല്ലോ. ഇവിടെ അടുത്ത് തന്നെ 7 ഓഫ് സോഡിൻ്റെ എനർജി ഇവിടെ 10 ഓഫ് സോഡിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ആ ചീറ്റിംഗ് എനർജിയാണ്. ഏതൊരു കാര്യത്തിലും നിങ്ങളെ പിന്നിൽ നിന്നും അടിച്ചു വീഴ്ത്തുന്ന എനർജിയാണിത്. കാരണം നിങ്ങൾക്ക് അവിടെ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ട്. അത് ഏതൊരു കാര്യത്തിലും ആകാം, റിലേഷൻഷിപ്പിലായിരുന്നു, മറ്റ് പല കാര്യങ്ങളിലും ആകാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രക്ഷയായിട്ട് ദൈവം തന്നെ വരുന്നു എന്നുള്ളതാണ്. കണ്ടില്ലേ? ഇവിടെ ദൈവം തന്നെ നിങ്ങളെ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങൾക്ക് ഈ ഒരു പാഠം തന്നത്? ഈ ഒരു ചീറ്റിംഗ് എനർജി നിങ്ങളിലേക്ക് വരുത്തി വെച്ചതും ദൈവം തന്നെ. നിങ്ങളെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകുന്നതും ആരാണ്? നല്ലൊരു ലൈഫിലേക്ക് കൊണ്ടുപോകുന്നതും ദൈവം തന്നെ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ നിഷ്കളങ്കതയെ മറ്റുള്ളവർ മുതലെടുത്തു. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്കൊരു പാഠം പഠിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചീറ്റിംഗ് വന്നില്ല എങ്കിൽ ഒരിക്കലും നിങ്ങളൊരു പാഠം പഠിക്കുകയില്ല. മനസ്സിലായി? അപ്പോൾ ഇത്ര അനുഭവങ്ങൾ വന്നു എങ്കിൽ മാത്രമേ പാഠം പഠിക്കൂ. അപ്പോൾ അതിനായിട്ട് അനുഭവങ്ങൾ തരികയാണ് ചെയ്യുന്നത്. എനിക്ക് മാത്രം ഇത് എന്തുകൊണ്ട് വന്നു എന്ന് നമ്മൾ പലപ്പോഴും കരഞ്ഞ ദൈവത്തോട് ചോദിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകുന്നതാണ്. അവിടെ നിന്ന് ദൈവം തന്നെ നിങ്ങളെ നല്ല സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്ന 4 ഓഫ് വാൺസ്. കണ്ടില്ലേ? പിന്നീട് നഷ്ടപ്പെട്ടു പോയ വീട്, വാഹനം, അല്ല റിലേഷൻഷിപ്പ് എന്തെങ്കിലും അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഒരു കൂടിച്ചേരൽ ഉണ്ടാകുന്നു. അങ്ങനെ വളരെയധികം സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ 4 ഓഫ് വാൺസ് പറയുന്നത്. കാരണം ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിന് കിട്ടാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നത് എന്ന് അനുഗ്രഹം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്ത് അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്? ഒന്ന് കാർഡ്സ് എടുക്കാം നമുക്ക്.
അരുതാത്തത് ചെയ്യാനുള്ള ഒരു പ്രവണത നിങ്ങൾക്കുണ്ട്. അവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന ഡിസെപ്ഷൻ ആൻഡ് എനിമിയാണ്, കണ്ടില്ലേ? അസൂയാലുക്കളുടെ ദൃഷ്ടി, നിങ്ങൾക്കൊരു ദൃഷ്ടിദോഷം വരുന്നുണ്ട്, അത് വളരെയധികം സൂക്ഷിക്കണം. അപ്പോൾ അസൂയാലുക്കൾ ഉണ്ട് നിങ്ങളോടൊപ്പം എന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇവിടെ അതുപോലെ തന്നെ ആവശ്യമില്ലാത്തത് ചെയ്യാനുള്ള ഒരു പ്രവണത നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ട്. അതിനൊരു തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുന്നു. അത് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തോടും കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം ഇവിടെ ലൈറ്റ് വന്നിട്ടുണ്ട്, ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നെങ്കിൽ ക്രൗൺ ചക്ര നിങ്ങൾക്ക് ആക്റ്റീവ് ആകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രകാശം കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? 7 ചക്രാസിലെ ഏറ്റവും മുകളിൽ വരുന്നതാണ്, തലയുടെ ഭാഗത്ത് വരുന്നതാണ് 7 ചക്രാസ്, ക്രൗൺ ചക്ര എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് സഹസ്രാര പത്മം എന്ന് മലയാളത്തിൽ പറയും. 1000 ഇതളുകളുള്ള താമരപ്പൂ വിടർന്ന് നിൽക്കുന്നത് പോലെയുള്ള ഒരു ചക്രയാണിത്. ഇവിടെ ശിവപാർവതിമാർ വസിക്കുന്നു, അല്ലെങ്കിൽ സ്പിരിച്വൽ യൂണിയൻ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് പ്രപഞ്ചത്തെ മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട്. ഈ ഒരു കഴിവെന്ന് പറയുമ്പോൾ വളരെ വളരെ വലിയ ആത്മവിശ്വാസം തരുന്നതാണ്. ജീവിതത്തിൽ എപ്പോഴും ജീവിത വിജയം നിങ്ങൾക്ക് നേടിത്തരുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. കണ്ടില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ലൈറ്റ് വന്നിരിക്കുന്നത്. പ്രകാശം കണ്ട് നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റിയാണ്. കണ്ടില്ലേ? ഇത് നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അവസരങ്ങൾ, എന്തിനുള്ള അവസരങ്ങൾ? ജോലി സാധ്യത, കണ്ടില്ലേ? സാമ്പത്തികം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഏതിനുമുള്ള അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരു അവസരത്തിന് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുകയാവാം, അല്ലേ? പിരിഞ്ഞുപോയ പാർട്ട്ണർ വരാനോ മറ്റോ. അപ്പോൾ അതിനും ഉള്ള ഒരു അവസരം നിങ്ങൾക്കിവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏതൊരു കാര്യത്തിലായാലും നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അത് നിങ്ങളെ സന്തോഷകരമായ ഒരു എനർജിയിലേക്ക് നയിക്കുന്നു എന്നും പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഇനി നമുക്ക് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നത് നോക്കാം നമുക്ക്. സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ റീഡിങ്. ഇവിടെ ഹാങ്ഡ് മാനാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ടു ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ത്രീ ഓഫ് വാൻഡ്സ്, Ace of Cups, Knight of Cups, Six of Cups, the Star, Eight of Cups, Four of Wands, Eight of Swords, Page of Cups, the Fool. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് സോർഡ്സ് ആണ്. കണ്ടില്ലേ? നമ്മളിപ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ അതിനകത്ത് തന്നെയാണ്. ഇവിടെ നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ചതിവ് പറ്റാതെ ഒന്ന് സൂക്ഷിക്കണം. മറ്റുള്ളവർ അടുത്തുകൂടി സംസാരിച്ച് വരുമ്പോൾ
പഞ്ചാര വാക്കൊക്കെ പറഞ്ഞു വരുമ്പോൾ അവർ എങ്ങനെയുള്ള ആളാണ് എന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടേതായ ആവശ്യമാണ്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക എന്നാണ് ഇവിടെ പറയാനുള്ളത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഹാങ്ഡ് മാൻ എനർജിയാണ്. ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്തോ കാര്യത്തിൽ സ്റ്റക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ മുന്നോട്ട് പോകാൻ ഒരു ഗത്യന്തരമില്ലാത്ത ഒരവസ്ഥ. അപ്പോൾ മുന്നോട്ട് പോകാൻ ഗത്യന്തരമില്ലാത്ത ഒരവസ്ഥ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ അറിഞ്ഞുകൂടാ. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് 2 of Wands ആണ്. കാരണം ഇവിടെയും എന്തിനോ വേണ്ടി കാത്തു നിൽക്കുന്ന എനർജിയാണ്. ഇവിടെ ഈ കാത്തു നിൽക്കുന്ന എനർജിയിൽ ഇവിടെ മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു കാര്യം അത്യാവശ്യമാണ്, ആരോ വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തിനോ ഏതോ ഒരു സാഹചര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു, എന്തോ ഒന്ന് വന്നു ചേരാനുണ്ട് നിങ്ങളിലേക്ക്. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ അത് വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ. തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് മാനസികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നു. ചിലപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിലും ആയിരിക്കാം, എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടാവാം, അതും ഇവിടെ കാണാം. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത് തന്നെ സ്റ്റാറിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ ഈ ഹാങ്ഡ് മാൻ്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും. 2 of Wandsൻ്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ആ സംശയമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ കഴിയും. ഇവിടെ 3 of Wands അതുപോലെ തന്നെയാണ്. ഇതുവരെ ഉള്ളതിനെല്ലാം മാറ്റി വെച്ചിട്ട് പുതിയതായിട്ട് എന്തോ ഒന്നിനെ തേടുകയാണ്. ഇതുവരെ കിട്ടിയതൊന്നും വേണ്ട, ഇനി പുതിയതായിട്ട് എന്തോ ഒന്ന് തേടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കണ്ടില്ലേ, ഇവിടെ 4 of Wandsൻ്റെ എനർജി തൊട്ടടുത്ത് വന്നിട്ടുണ്ട്, ഇവിടെ സ്റ്റാറിൻ്റെ എനർജി വന്നിട്ടുണ്ട്, ഇവിടെ 8 of Cups. അപ്പോൾ അവസാനം നിങ്ങൾ കാത്തിരുന്നിട്ട് നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുന്ന കാര്യത്തെ നിങ്ങളിവിടെ ഉപേക്ഷിച്ച് പോകാൻ റെഡിയാണ്, അല്ലേ? അങ്ങനെ പോകണം, ഉപേക്ഷിച്ച് പോകണം. വേണ്ട എന്ന് തോന്നുന്നതിന് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകാം, ആരും നിങ്ങളെ തടയില്ല. കാരണം നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന എനർജിയാണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? 4 of Wands. ഇവിടെ നിങ്ങൾക്ക് വേണ്ടാത്തതിനെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്നത് എന്താണ്? വളരെ നല്ല സൂപ്പർ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് പിന്നീട് വരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളിലുമാവാം, എവിടെയായാലും നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങളെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്, മറ്റുള്ളവർ പറയുന്നത് കേട്ട് എനിക്ക് അനുസരിച്ച് ജീവിക്കാൻ വയ്യ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അവിടെ നിന്നും മുന്നോട്ട് മൂവ് ചെയ്യുകയാണ് വേണ്ടത്. മുന്നോട്ട് പോയിക്കൊള്ളൂ, ആരും നിങ്ങളെ തടയില്ല. അത് ബുദ്ധിപൂർവ്വം നിങ്ങൾ ചെയ്തിരിക്കണം. അവിടെയാണ് നിങ്ങൾക്ക് ജീവിതം സക്സസ് ആവുന്നത്. ഇനി അതല്ല എങ്കിൽ സ്പിരിച്വലായിട്ടുള്ള വേയിലൂടെ വന്നാൽ തന്നെ നിങ്ങളുടെ ജീവിതം സക്സസ് ആവും. ഇനി എല്ലാ സന്തോഷങ്ങളെയും വെടിഞ്ഞിട്ട് അത് ഭൗതികപരമായ ഏതൊരു സന്തോഷത്തെയും എനിക്ക് ഇപ്പോൾ വേണ്ട എന്ന് കരുതി മുഴുവനായിട്ട് ഉപേക്ഷിച്ചിട്ട് സ്പിരിച്വൽ വേയിലൂടെ കടന്നു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിവിടെ വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങളെ തേടിയിരിക്കുന്നു ആ ഒരു എനർജി. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നീട് വളരെയധികം സന്തോഷം തരുന്നതാണ് എന്നും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ സ്റ്റാറിൻ്റെ എനർജി വന്നിരിക്കുന്നത് എന്താണ്? നിങ്ങളെ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുന്ന എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് നിങ്ങൾക്ക് നല്ല ഉയർച്ചയാണ് വരാൻ പോകുന്നത്. സമ്പത്തിൻ്റെ കാര്യത്തിലായാലും, നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിലായാലും, അഥവാ നിങ്ങളുടെ ഹെൽത്തിലായാലും വെൽത്തിലായാലും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് 7 ചക്രാസിനെ ഹീൽ ചെയ്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് നല്ല ആരോഗ്യം ലഭിക്കും. ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നു. അങ്ങനെ ഉയരങ്ങളിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ്. ഇവിടെ റെയിൻബോസ് കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ, സ്റ്റാർ. ഇവിടെ ഈ ഒരു ഉയരത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഉയരത്തിലേക്ക് വരാൻ അധികം താമസമില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഏസ് ഓഫ് കപ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു പ്രണയം നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വിവാഹത്തിൻ്റെ പ്രപ്പോസൽ, ആർക്കെങ്കിലും മാരേജ് നടക്കുന്ന എനർജി, എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി. ഇവിടെ ഒരുപാട് സ്നേഹം, അത് ദൈവികമായ ആ ഒരു പ്രണയം നിങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മറ്റാർക്കോ വേണ്ടി. അപ്പോൾ ആരാണോ അത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം കണക്ഷനുള്ള വ്യക്തിയാവാം. ഇവിടെ
ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, അത്രമാത്രം പരിശുദ്ധമായതും പ്യുവറാണ് എന്ന് പറയാം, നിഷ്കളങ്കമായത്, സിൻസിയർ ആയിട്ടുള്ളത്. അപ്പോൾ അതുപോലത്തെ ഒരു ലവ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ 8 ഓഫ് സോർഡ്സ് ആണ്. കണ്ടില്ലേ, ഇവിടെ ആരൊക്കെയോ നിങ്ങളിവിടെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അനുസരിക്കേണ്ട ഒരു ഗതികേടിലാണെന്ന് തന്നെ കാണുന്നുണ്ട്. മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. നിങ്ങളുടെ കൈകാലുകൾ ഇവിടെ ചങ്ങലക്കിട്ട് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ദൈവാനുഗ്രഹത്താൽ അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെട്ട് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരുന്നതാണ് ഇവിടെ നല്ലത്. മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾ വരണം എന്ന് തന്നെയാണ് പറയുന്നത്. നൈറ്റ് ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ ഏസ് ഓഫ് കപ്സ് കഴിഞ്ഞ് നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഇവിടെ പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഇവിടെ പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെയും ആരോ ഏതോ വ്യക്തിയെ കണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ ലവ് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി. ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു പ്രണയം, അതാണ് ഇവിടെ എത്രമാത്രം പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ അവിടെ ചിലപ്പോൾ നിങ്ങളെക്കാൾ യങ്ങായിട്ടുള്ള വ്യക്തി ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ലവ് പ്രപ്പോസലാണ് ഇത്. വളരെയധികം സ്വപ്നങ്ങളെ സഫലീകരിക്കുന്ന എനർജിയാണ്. കാരണം സ്വപ്നം കണ്ടിരുന്ന വ്യക്തിയാവാം വരുന്നത്. സ്വപ്നങ്ങളിലൊക്കെ ഒരു വ്യക്തി ഉണ്ടല്ലോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറുന്ന അല്ലെങ്കിൽ പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒക്കെയും സ്വപ്നത്തിൽ കാണും. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിരിഞ്ഞിരിക്കുന്നവർ തമ്മിൽ കണ്ടുമുട്ടുന്ന എനർജിയാണ് ഇവിടെ. അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് നൈറ്റ് ഓഫ് കപ്സ് കണ്ടില്ലേ, ഇവിടെ എത്രയോ ദൂരത്ത് നിന്ന് ആരോ നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. വളരെ നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തി, നല്ല ആർട്ടിസ്റ്റാണ്, ഡാൻസറാണ്, അല്ല സിംഗറാണ്, അല്ലെങ്കിൽ ഇവിടെ മറ്റെന്തെങ്കിലുമൊക്കെ കലാപരമായ കഴിവുകളുള്ള ഏതോ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതല്ല ഇനിയെങ്കിൽ വളരെ നല്ല ഒരു സാഹചര്യം, എന്തൊക്കെയോ നിങ്ങളുടെ കാര്യങ്ങൾ സഫലമാക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്ത് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇപ്പോഴത്തെ ക്രിസ്മസിൻ്റെയൊക്കെ എനർജിയിൽ നിങ്ങൾ ഒത്തിരി സന്തോഷം അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. അതുതന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർ എന്തൊക്കെയോ നിങ്ങൾക്ക് സംഭാവന തരാനുള്ള ഒരു എനർജി. മറ്റുള്ളവർ സംഭാവന തരുന്നതെന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ സ്നേഹം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു സ്നേഹം നിങ്ങൾ കൊതിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് വന്നു ചേരും. മറ്റുള്ള ഒരുപാട് കാണാതിരുന്ന സുഹൃത്തുക്കൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി. അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കണമെന്ന് നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ സാമ്പത്തികം നിങ്ങൾക്ക് ആരെങ്കിലും തരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അതുപോലെ ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ഇവിടെയുണ്ട്. അതുപോലെ ഒരു തുടക്കം, നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കം വരുന്നുണ്ട്. കാരണം ഇവിടെ 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് സ്നേഹത്തിനൊരു മാറ്റം വരുന്നുണ്ട്. ഈ സ്നേഹത്തിനൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിനൊരു പുതിയ തുടക്കം എന്ന് പറയാം അല്ലേ. സ്നേഹത്തിനൊരു മാറ്റം എന്ന് പറയുമ്പോൾ നിഷ്കളങ്കതയാണ് ഇവിടെ. ആ നിഷ്കളങ്കമായ മനസ്സോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ കൈമാറുന്നു. കൂട്ടുകാരൊക്കെ നിങ്ങളെ കാണാൻ വരുന്നു, അല്ലെങ്കിൽ അവരൊന്നിച്ചൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ശത്രുത എത്ര വലിയ ശത്രുതയാണെങ്കിലും ഈ ഒരു സമയത്ത് ശത്രുതയെല്ലാം മറന്ന് നിങ്ങൾ ഒന്നായി ചേരുന്നതും പഴയതിനേക്കാൾ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുന്നതുമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ വരുമ്പോൾ ഇവിടെ ഫൂളാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ വളരെ നല്ല ഒരു മാറ്റം വരുന്നുണ്ട്, നല്ലൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. ഈ ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. ഉറച്ച ഒരു വിശ്വാസം. എനിക്ക് യൂണിവേഴ്സിനെ ഞാൻ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്, എന്നെ ഇനി യൂണിവേഴ്സ് നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു കണക്ഷൻ വന്നിട്ട് ദൈവികമായ ഒരു എനർജിയിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് 3 കാർഡ്സ് എടുക്കാം. എന്ത് അനുഗ്രഹമാണ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് നോക്കാം. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹം. ഇവിടെ കണ്ടില്ലേ, ഇത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്ന ഈ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ്. ഇവിടെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. ഇപ്പം നിങ്ങൾ എന്ത് കാര്യമാണോ ചിന്തിച്ചിരിക്കുന്നത്
അപ്പോൾ ഇത് നിങ്ങൾക്കൊരു മാറ്റം വരുത്തേണ്ട കാര്യമില്ല. നിങ്ങൾ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻഡിൽ തന്നെ നിങ്ങൾ നിന്നോളൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. മനസ്സിലായില്ല? അതിന് പെട്ടെന്നൊരു മാറ്റം നിങ്ങൾ വരുത്തണ്ട. നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ ആലോചിച്ച് തീരുമാനിച്ച് വെച്ചിരിക്കുന്ന കാര്യത്തിന് വലിയ മാറ്റമൊന്നും ഇപ്പോൾ വരുത്തണ്ട. നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ നിന്നോളൂ. നിങ്ങൾ സ്ഥാനം ഉറപ്പിച്ച് നിന്നോളൂ. അത് തന്നെ മതി. അതിലൂടെ തന്നെ മുന്നോട്ട് വരാം എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ബാലൻസ് ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞ ഒരു തുലനമായ ഒരു അവസ്ഥയിലല്ലായിരിക്കാം, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ഇവിടെ ഇംബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ബാലൻസ് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. പക്ഷെ ഇനി നിങ്ങൾക്ക് ഇവിടെ ഈ രണ്ട് പ്രശ്നങ്ങളും നിങ്ങൾക്ക് സോൾവ് ആകുന്നുണ്ട്. ഇത് രണ്ട് പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് ഒരേപോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട്, ഏഞ്ചൽ ബ്ലെസ്സിങ്സും ധാരാളമായിട്ട് ലഭിക്കാൻ പോകുന്നു. ഏഞ്ചലിൻ്റെ നമ്പറാണ് 11 എന്നുള്ള നമ്പർ, കണ്ടില്ലേ? അപ്പോൾ ഇവിടെയോ ചൂസ് വൈസിൽ ഇനി എന്തൊക്കെ പ്രശ്നം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലും ഇത് യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ അനുഗ്രഹങ്ങളൊക്കെയും. അല്ലെങ്കിൽ അനുഗ്രഹങ്ങളല്ല, നിങ്ങൾക്ക് അനുഗ്രഹങ്ങളായാൽ പോലും, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മോശതരമായ കാര്യങ്ങളായാൽ പോലും ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊരു കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോഴും എന്തിനെങ്കിലും വേണ്ടി നിങ്ങൾ പുതുമ തേടുന്നുണ്ടോ അവിടെ നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കണ്ടില്ലേ? ഉയരങ്ങളിലേക്കാണ് കൈ ചൂണ്ടുന്നത്. മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കും. ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് ഉയരങ്ങളിലേക്ക് തന്നെ പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ്, ഐശ്വര്യം വർദ്ധിക്കുന്ന എനർജിയാണ്. രണ്ടുപേരും ഒരു ഫാമിലിയിൽ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചേർന്ന് അവിടെ പുതുമ വരുത്തുക, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ജീവിതത്തിലേക്ക്, ഒരു പുതുമയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന 1 ആണ് നമ്പർ. ഇവിടെ 11 വന്നിട്ടുണ്ട്, ഇവിടെ 1 നമ്പർ, കണ്ടില്ലേ? അപ്പോൾ 111 ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ 7 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആവാം. അപ്പോൾ ഇവിടെ അതുകൂടെ സൂക്ഷിച്ചുകൊണ്ട് അങ്ങനെ പ്രോസ്പെറിറ്റി ബിഗ്, ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന ഒരു എനർജിയാണ്. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങൾക്കിപ്പോൾ ധാരാളമായിട്ട് നല്ല അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയമാണ്, ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് എന്താണ്? ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ്. ഇവിടെ ഈ ഒരു പിക്ചർ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ടില്ലേ? ഇവിടെ 2 ഡോൾഫിൻ സന്തോഷത്തോടുകൂടി കളിക്കുന്ന എനർജിയാണ്. അപ്പോൾ അതിന് ഒരു ഏഞ്ചലിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നമായാലും എവിടെ ആയാലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ മറ്റൊരാളിനോട് തുറന്നു പറയണം. അവരുടേതായ അഭിപ്രായങ്ങളും കേൾക്കണം. എന്നിട്ട് 2 പേരും കൂടി ഒന്ന് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഏറ്റവും നന്നായിരിക്കും. അത് കോംപ്രമൈസ് ചെയ്ത് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിയറായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ തുറന്നു പറച്ചിൽ ഏറ്റവും അത്യാവശ്യമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലോ ഒന്നും മറച്ചു വയ്ക്കരുത്. പരസ്പരം ക്ലിയറായിട്ട് തന്നെ 2 പേരും കാര്യങ്ങൾ തുറന്നു പറയുക. എന്നിട്ട് 2 പേരും കൂടി തീരുമാനമെടുക്കണം. എന്നിട്ട് വേണം നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് പോകാൻ കഴിയും. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് പോകാൻ കഴിയും. തീർച്ചയായിട്ടും പലയിടത്തും പ്രശ്നം ഉണ്ടാകുന്നത് എന്താണ്? തുറന്ന് പറയാനുള്ള മടി. ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഹൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ വൈഫിന് തോന്നുന്ന ഹസ്ബൻഡ് എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ട് എന്നിൽ നിന്ന്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഇവർ അതുപോലെ തന്നെ കാണിക്കുക. അപ്പോൾ ഒരാൾ കാണിക്കുന്നത് പോലെ മറ്റേ ആളും കൂടെ കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്? പ്രശ്നം സോൾവ് ആകില്ല. അതുകൊണ്ട് 2 പേരും കൂടി ഇവിടെ തുറന്ന് പറഞ്ഞ് സംസാരിക്കേണ്ട കാര്യമുണ്ട്. തുറന്ന് സംസാരിക്കുക, അവിടെയാണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ചിലപ്പോൾ ജോലി കാര്യത്തിലാവാം, ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഏതൊരു കാര്യത്തിലായാലും ഏതൊരു സാഹചര്യത്തിലായാലും നിങ്ങൾക്ക് 2 പേർ തമ്മിൽ നിങ്ങൾ കൂടിച്ചേർന്ന് എന്തെങ്കിലും സംരംഭത്തിലേക്ക് നീങ്ങുന്നുണ്ടോ, ജീവിത കാര്യങ്ങളിലേക്ക്, അവിടെ നിങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ചിലപ്പോൾ കോടതി വഴി കേസുകളിൽ
ക്ലിയറായിട്ട് സംസാരിച്ചില്ല എങ്കിൽ അവിടെ നിങ്ങൾക്ക് പരാജയമാകും വരുന്നത്. അപ്പോൾ ക്ലിയറായിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം സത്യസന്ധമായ രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിജയം ലഭിക്കും എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുമല്ല ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ. അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മനസ്സ് കാണിക്കണേ. അടുത്ത വീഡിയോയിലൊക്കെ കാണുന്നത് വരേക്കും ബൈ.